കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളും എല്ലാവരെയും ഭയപ്പെടുത്തുന്നതായി മാറുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ. അവിടെ തങ്ങി നിൽക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ പേളിയുടെ സഹോദരി റേച്ചലും ഭർത്താവ് റൂബനും 2 ആൺമക്കളും. അവർ 4 പേർക്കും ശനിയാഴ്ച വൈകിട്ട് ഫ്ലൈറ്റ് ഉള്ളതായിരുന്നു. എന്നാൽ ശനിയാഴ്ചയായിരുന്നു ഈ ഒരു യുദ്ധം തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലായി. ഇപ്പോൾ അവർ ദിവസങ്ങൾ എക്സ്റ്റെൻഡായി നിൽക്കുകയാണ്. ശബ്ദവും അതും നമ്മുടെ മുകളിലൂടെ പോകുന്ന ഒരു പ്രകമ്പനവും ഒക്കെ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന് റേച്ചൽ പറയുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഓരോ മണിക്കൂറിലും ഓരോ ഒച്ചകൾ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. മിസൈലുകൾ പായുന്നത് കാണുന്നു. ഡ്രോണുകൾ നിരീക്ഷണത്തിലാണ്, അതും കാണുന്നുണ്ട്. എല്ലാം ഭയാനകമായി മാറുന്നതിനുള്ള കാരണവും അതുതന്നെയാണ് എന്ന് പറയുന്നു. ഹോട്ടലിൻ്റെ മുകളിലൂടെ മിസൈലുകൾ പോകുന്നുണ്ട്. ബുക്ക് ചെയ്ത വിമാനം റദ്ദാക്കുകയും ചെയ്തു. 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പേളിയുടെ അനുജത്തി ദുബായിൽ ഇപ്പോൾ പെട്ടു നിൽക്കുകയാണ്. പേളി ഇതിനെക്കുറിച്ച് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലരെയും രക്ഷിക്കണമെന്നും അല്ലെങ്കിൽ പലർക്ക് വേണ്ടി നിൽക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ അതിനുള്ള ഒരു മാർഗവും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ശരിക്കും എല്ലാവരും അത് കണ്ട് ഞെട്ടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഓരോ ദൃശ്യങ്ങളും എല്ലാവരെയും വളരെയധികം തന്നെ വേദനിപ്പിക്കുകയും ഭയാനകമാക്കുകയും ചെയ്യുന്നു. ഇത്രയും നാളും ഗസയും ഇസ്രായേലും തമ്മിൽ വഴക്കുണ്ടാക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ അത് ബാധിക്കാത്ത രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുമ്പോൾ സ്വന്തവും ബന്ധവുമായി നിരവധി പേരുണ്ട്. കേരളത്തിൽ തന്നെ ഒരു വീട്ടിലെങ്കിലും ഗൾഫിനെക്കുറിച്ച് അറിയാവുന്നവരും ഗൾഫിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉള്ളവരും ഉണ്ടാകും. അങ്ങനെ ആരും ഉണ്ടാവാതില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെയധികം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം മുന്നിലൂടെ കണ്ടു. ആഘോഷത്തിലൊന്നുമല്ല, ഞങ്ങൾ വെക്കേഷനാണ് ഞങ്ങൾ എത്തിയതെങ്കിലും അതിൻ്റെ ആഘോഷമൊന്നും ശരിക്കും ആസ്വദിക്കാൻ പോലും ഞങ്ങൾക്കായിട്ടില്ല. ഞങ്ങളുടെ 2 മക്കളും ഇപ്പോൾ പേടിച്ചാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ ഡബിൾ ട്രീ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ഡബിൾ ട്രീ ബൈ ഹിൽട്ടണിലാണ് നിൽക്കുന്നത്. ബുർജ്മൻ ഏരിയയിലാണ്. ശരിക്കും പറഞ്ഞാൽ ബുർജ് ഖലീഫയുടെ നേരിട്ടുള്ളൊരു വ്യൂ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡ്രോൺസ് പറക്കുന്നതും എമർജൻസി അലേർട്ട് വരുന്നതും അതെല്ലാം തന്നെ ഞങ്ങളുടെ ഉറക്കം കെടുത്തി. ശരിക്കും ഞങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇതാദ്യമായി ഞങ്ങൾ അനുഭവിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായൊരു ഭയം ഞങ്ങളുടെ ഉള്ളിലെല്ലാം തന്നെയുണ്ട്. 2 കുട്ടികളെയും കൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് കൂടുതൽ ഭയമാകുന്നു. ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നുവെങ്കിൽ പോലും ഇത്രയും അധികം ഭയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞേ മതിയാകൂ എന്ന് റേച്ചൽ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.